സ്റ്റേജ് മാനേജ്മെൻറ്റ് പോലും നടത്താൻ സാധിക്കാത്ത ആൾക്ക് എങ്ങനെയാണ് സ്റ്റേജ് മാനേജ്മെൻറ്റ് നടത്തുക? അതേ എനിക്ക് ചോദിക്കാനുള്ളൂ. അതെല്ലാം ജനം കണ്ടതാണ്. അതിൻ്റെ മേലൊന്നും ഞാൻ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ഉള്ളിലുള്ള സത്യം ഇതാണ്. ഒരു സ്റ്റേജ് മാനേജ്മെൻറ്റ് ഇത് ഇവിടെ മാത്രം ഒന്നുമല്ല, സ്റ്റേജ് മാനേജ്മെൻറ്റ് പോലും കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പരസ്പര സ്നേഹത്തോടെ ബഹുമാനത്തോടെ സാധിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് കേരളം പോലുള്ളൊരു നാടിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാകുക? പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് യുഡിഎഫിന്റെ എംഎൽഎമാരൊക്കെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകി എന്നുള്ളതാണ്. ഇല്ല, പണം നൽകിയിട്ടില്ല. അവർ നൽകിയിട്ടുള്ളതെന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ 2-3 ആൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി ആരും കൊടുത്തിട്ടില്ല. കൊടുക്കേണ്ടത് സുധാകരൻ പറയുകയും ചെയ്തു. കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ നമ്മുടെ ആപ്പുണ്ട്, നമ്മുടെ ഫോറുണ്ട്, അതിൽ കൊടുത്താൽ മതി എന്ന് പറയുക ചെയ്ത്. പിന്നെ ജീവനക്കാരത് അവർ സർക്കുലർ തന്നെ കത്തിക്കുക ചെയ്ത്. എന്നിട്ട് കോടിക്കണക്കിന് രൂപ ഇവർ പിരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എത്രയാണ് പിരിച്ചതെന്ന് ഇപ്പോൾ ഇതുവരെ പറഞ്ഞില്ല. നമ്മൾ ജാഥയിൽ ഉടനീളം ചോദിച്ചിട്ടുണ്ട് എത്രയാണ് പിരിച്ചതെന്ന്. ഞങ്ങളവിടെ പോയി കണ്ടതാണ് ആ ടൗൺഷിപ്പ്. ലോകത്ത് തന്നെ മാതൃകയാവുന്നതാണ് ആ ടൗൺഷിപ്പ് പൂർത്തിയായാൽ. ഇപ്പോൾ 5 സോണായിട്ട് 450 വീടാണല്ലോ നമ്മൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഒന്നാമത്തെ സോണിലുള്ള 178 വീടാണ് ഇപ്പോൾ പൂർത്തിയായത്. ഇനി ബാക്കിയും നടന്നുകൊണ്ടിരിക്കുക, നല്ല രീതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുക. അല്ല, വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഭാഗം തന്നെയാണത്. വർഗീയ ധ്രുവീകരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ കാൽവെപ്പാണ്. അതിങ്ങനെ മെല്ലെ മെല്ലെ ഈ നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നില്ലേ, അതുപോലുള്ള ഒരു സ്റ്റെപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങാനാണ് BJPയും സംഘപരിവാർ വിഭാഗവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ജനഗണമന പാടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് അതിനെ 2ാം സ്ഥാനത്ത് നിർത്തിയിട്ട് വന്ദേ ഭാരതം പാടണം എന്നുള്ള രീതിയിൽ പറയുന്നതിൻ്റെ പിന്നിലുള്ള വികാരം വർഗീയതയാണ്. വർഗീയമായ ചേരിതിരിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ്. അത് ഞങ്ങൾക്ക് അന്നും തർക്കമില്ല, ഇന്നും തർക്കമില്ല. അതുകൊണ്ട് വന്ദേ ഭാരതത്തിനെ നിരോധിക്കണമെന്നല്ല, വന്ദേ ഭാരതം ആണ് പണ്ടേ ഉള്ളതാണ്. അത് അങ്ങനെ പോയാൽ മതി. അതിന് പകരം പുതിയ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ജനഗണമന പിന്തള്ളി ഇതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് വെറുതെ സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരവസ്ഥയാണ് സൃഷ്ടിക്കുക. അത് പാടില്ലാത്ത കാര്യമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അത് ഈ ഫാസിസവും സോഷ്യലിസവും ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ പറ്റിയുള്ള ധാരണ കുറവാണ്. അത്ര മനസ്സിലാക്കിയാൽ മതി. അത് അദ്ദേഹത്തിൻ്റെ ഒരു വൊക്കാബുലറിയിലുള്ള പ്രശ്നമാണത്. തിരിച്ചടിയാവേണ്ടതാണ്. ഞങ്ങളങ്ങനെയാണ് കാണുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിഭാഗമാണ് എന്ന് സർവരും അംഗീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ്സിലെ VD സതീശനും കുറച്ചാളും ഒഴിച്ച് ബാക്കി എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് സമസ്ത. അവർ കൃത്യമായിട്ട് ഇന്നലെ ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞു, പ്രമേയം പാസാക്കി ഇന്നലെ അവർ ആവർത്തിച്ച് പറയും അതിന് പ്രസിഡന്റ് തന്നെ. മാത്രമല്ല AP സുന്നി ഉൾപ്പെടെയുള്ള സുന്നി വിഭാഗവും അതിശക്തിയായിട്ട് ജമാഅത്തെ ഇസ്ലാമിനെതിരായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ന്യായീകരിക്കുന്ന ഒരു പാർട്ടി നേതാവ് VD സതീശനാണ്. ലീഗുകാരോട് ഞങ്ങൾ ചോദിച്ചു, നിങ്ങളെന്ന് നിലപാടാണ് സ്വീകരിക്കുന്നത്? ഒന്നും മിണ്ടുന്നില്ല. കുഞ്ഞാലിക്കുട്ടിക്ക് പറയാൻ ധൈര്യമില്ല. 4 വോട്ട് കിട്ടാൻ വേണ്ടി ഒന്നും പറയാൻ യാതൊരു മാനസിക പ്രയാസവും ഇല്ലാത്തവരാണ് ഇവരെല്ലാം. അതവരെ തിരിഞ്ഞു കുത്തും ഇന്നല്ലെങ്കിൽ നാളെ, ഒരു സംശയവും ഞങ്ങൾക്കില്ല. വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കില്ല. VD സതീശൻ ഒരു ഭാഗത്ത് BJPയെ പ്രീണിപ്പിക്കും. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ പ്രസിഡന്റായി വന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ വർഗീയവാദിയല്ല എന്ന് പറഞ്ഞു. അതൊരു ഭാഗത്ത്. അമിത്ഷാ പറഞ്ഞു, ഞങ്ങൾ ലോകത്ത് നിൽക്കുന്ന ഒരേ ഒരു മാർക്സിസ്റ്റ് ഭരണ സംവിധാനം കേരളത്തിലാണ്, അത് ഞങ്ങൾ ഇപ്രാവശ്യം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. അത് കോൺഗ്രസും കൂടി ചേർന്നുകൊണ്ടുള്ള ഡീലിൻ്റെ ഭാഗമാണെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? ഞങ്ങൾ നിലവിലുള്ള ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങളിതാ തയ്യാറായിരിക്കുന്നു, ഇനി ലോകത്ത് ഇനി അത് അങ്ങനെ ഒരു ഗവൺമെൻറ് ഉണ്ടാവില്ല എന്ന് പറയുന്നത് അമിത്ഷായാണ്. പരസ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അത്. കോൺഗ്രസും BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ബാന്ധവത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വിശകലനമാണ്.